ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തിയ കരടി വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ അകപ്പെട്ടു. TK കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ കരടി അകപ്പെട്ടത്. ഈച്ചയുണ്ട്, ഈച്ചയുടെ കടി എടുത്താൽ അവസരം ഉണ്ടാവില്ല. പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കാനായി പഞ്ചായത്തിലെ TK കോളനി, കവളമുക്കട്ട, ചുള്ളിയോട്, ചെട്ടിപ്പാടം, ഒളർവട്ടം, പുഞ്ച് തുടങ്ങിയ മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ കരടിയെത്തുന്നത് പതിവായിരുന്നു. ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ച നെയ്യ്, എണ്ണ, ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന കരടി വ്യാപകമായി നാശം വരുത്തിയാണ് മടങ്ങാറ്. ഒപ്പം കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച തേൻപെട്ടികൾ തകർത്തും തേനടകൾ ഭക്ഷിക്കുന്നതും കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തിയിരുന്നത്. സ്വത്തുവകകൾക്ക് മാത്രമല്ല മനുഷ്യജീവനും ഭീഷണിയായി മാറിയ കരടിയെ പിടികൂടണമെന്ന നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് വനംവകുപ്പ് മേഖലയിൽ 2 കെണികളും കരടിയുടെ നീക്കം നിരീക്ഷിക്കാൻ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ കൂട്ടിൽ കയറാതെ ക്ഷേത്രങ്ങളിലെത്തിയ കരടി നാശം വരുത്തുന്നത് തുടരുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് TK കോളനി അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിൽ തേനടകൾ കൂടുതൽ വെച്ച് വീണ്ടും വനംവകുപ്പ് അധികൃതർ കെണിയൊരുക്കിയതോടെ കരടി വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ അതിൽ അകപ്പെടുകയായിരുന്നു. നിലമ്പൂർ സൗത്ത് DFOയുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ കാളികാവ് വനം റേഞ്ച് ഓഫീസർ P. രാജീവന്റെയും ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KP. അഭിലാഷിന്റെയും നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി കരടിയെ കൂട് സഹിതം അമരമ്പലം RRT ക്യാമ്പ് ഓഫീസ് പരിസരത്തേക്ക് മാറ്റി. വെറ്റിനറി സർജനെത്തി പരിശോധന നടത്തി. ഉന്നത അധികാരികളുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു. TK കോളനി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന കൂട്ടില് കരടി അകപ്പെട്ടിരിക്കുകയാണ്. കരടീനെ നമ്മൾ വെറ്റിനറി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് RRT ഓഫീസിലേക്ക് മാറ്റുന്നതാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കരടിയെ തുറന്നു വിടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതാണ്. അതേസമയം കാലങ്ങളായി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കരടിയെ പിടികൂടിയതോടെ ആശ്വാസമായെന്ന് വാർഡ് മെമ്പർ രമ്യ പറഞ്ഞു. ഒരുപാട് നാളായിട്ട് TK കോളനിയുടെ മനസ്സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കരടിയായിരുന്നു. അതിനെ ഇന്ന് 12 മണിയായപ്പോഴത്തേക്ക് അതിസാഹസികമായ രീതിയിൽ തന്നെ പിടികൂടിയിട്ടുണ്ട്. അത് കൂട്ടിക്കേറിയിട്ടുണ്ട്. രാത്രി 8 മണി വരെ പ്രദേശവാസികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടില് അതിന് കരടി കയറാൻ വേണ്ടിയിട്ട് എല്ലാ സാധന സാമഗ്രികളും എത്തിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും ഒരു കാരണവശാലും ആ കരടിനെ തുറന്നു വിടരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് ഇതിന്റെ പേരില്. 2025 ഫെബ്രുവരിയിലും മേഖലയിൽ ഭീതി വിതച്ച കരടിയെ സമാനമായ രീതിയിൽ പിടികൂടി കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന കരുളായി ഉൾവനത്തിൽ വിട്ടയച്ചിരുന്നു. എന്നാൽ ഈ കരടിയെ കാട്ടിൽ തുറന്നു വിടരുതെന്നും വിട്ടാൽ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നും മുൻ വാർഡ് മെമ്പർ VK ബാലസുബ്രഹ്മണ്യനും ആവശ്യപ്പെട്ടു. നമ്മൾ ഈ കരടീനെ ഇവിടെ ഇന്ന് TK കോളനി അമ്പലത്തിൽ വെച്ച് പിടികൂടി. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിത് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ DFO ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കരടിയെ ഇവിടുന്ന് കയറ്റാൻ സമ്മതിച്ചിട്ടുള്ളത്. അവർ കാഴ്ച ബംഗ്ലാവിലേക്ക് അത് വിടുകയുള്ളൂ. ഇപ്പൊ തൽക്കാലം അമരമ്പലം ഫോറസ്റ്റ് ഡിപ്പോയിൽ കൊണ്ടാക്കും. നാളെ രാവിലെ അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കരടിയെ കൊണ്ടുപോകാൻ അയച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.